നിങ്ങളിവിടെ ഇരിക്കുന്നവരെല്ലാം ഡോക്ടർമാർ ആകേണ്ടവരാണ്. ഒന്നല്ല, എല്ലാവരും. തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം അല്പം മനസ്സ് തുറന്ന് നിങ്ങൾക്ക് സന്തോഷിക്കാം. അവിടെ നമുക്ക് ആ ദിവസം ആഘോഷിക്കാം. എല്ലാവരോട് ചേർന്ന് പരസ്പരം മറന്ന് നാളെ ഇങ്ങനെ ഈ ബുദ്ധിമുട്ടും ടെൻഷനൊക്കെ ഒന്ന് മറന്ന് നിന്നുകൊണ്ട് തന്നെ സന്തോഷത്തോടു കൂടി നമുക്ക് പ്രവർത്തിക്കാം. ഇന്നത്തെ ദിവസം ക്രിസ്മസ് സെലിബ്രേഷൻ എന്നതിനുപരി നിങ്ങളുടെ ആഘോഷത്തിൻ്റെ ദിവസമാകട്ടെ. ഇത് ഇന്നത്തെ നിങ്ങൾക്ക് കിട്ടുന്ന എനർജി, ആ പോസിറ്റീവ് എനർജി മുന്നോട്ടുള്ള പഠനത്തിന് നിങ്ങൾക്ക് വളരെ ഉപകാരമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്മസിൻ്റെ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്മസിൻ്റെ മംഗളാശംസകൾ നേരുന്നു. ഇവിടെ ജോർജ് സാറൂടെ സൂചിപ്പിച്ചു, ഇവിടെ കമ്പയർ ചെയ്യുന്ന നമ്മുടെ സഹോദരിമാർ അവർ ഓർമ്മപ്പെടുത്തിയതുപോലെ നമ്മുടെ പഠനത്തിൻ്റെ തീഷ്ണതയിൽ എല്ലാം മറന്ന് പഠനത്തിലേക്ക് കേന്ദ്രീകരിച്ച് നമ്മൾ പോകുന്നതിനിടയിൽ ഒരു ദിവസം നമുക്കൊന്ന് മനസ്സ് സ്വാതന്ത്ര്യത്തോടുകൂടി ലോകമെമ്പാടും എല്ലാവരും ആഘോഷിക്കുന്ന ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഭാഗമായി നമ്മളും മാറുന്നു. ക്രിസ്മസ് കരോൾ ഗാനങ്ങൾ, ഇവിടുത്തെ ക്രിസ്മസുമായി ബന്ധപ്പെട്ടുള്ള മറ്റാഘോഷങ്ങൾ, ഇതെല്ലാം ഹൃദ്യമായി നമ്മളതിൻ്റെ ഭാഗമായി തീരുന്നു, അത് എൻജോയ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ക്രിസ്മസിൻ്റെ ഭാഗമായി നമ്മുടെ ജീവിതത്തിൽ സംഘർഷത്തിൻ്റെ അല്ലെങ്കിൽ പിരിമുറുക്കത്തിൻ്റെ ഒരു മാനസികാവസ്ഥയെല്ലാം ഒന്ന് മാറ്റിവെച്ച് ഒരു നല്ല റിലീഫ്, കുറേ സമയത്തേക്കെങ്കിലും മനസ്സിനെ സ്വസ്ഥതയോടെ നമുക്ക് സന്തോഷത്തോടെ ഇരിക്കാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് വരുന്നു. ജോർജ് സാറോട് പറയുകയുണ്ടായി, അങ്ങനെ ഒരു ദിവസം നിങ്ങൾക്ക് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അത് ഇരട്ടി ശക്തിയോടുകൂടി നിങ്ങളുടെ മനസ്സിനെ വീണ്ടും കോൺസെൻട്രേറ്റ് ചെയ്ത് നാളെ മുതൽ വീണ്ടും പഠനത്തിലേക്കും മറ്റ് കാര്യങ്ങളിലേക്കും എല്ലാം കടന്നു വരുന്നതിന് നിങ്ങൾക്കത് കരുത്തു പകരുന്ന, ശക്തി പകരുന്ന ഒരു ദിവ്യ അനുഭവമായി മാറണം. ഒരിക്കൽ കൂടി ക്രിസ്മസിൻ്റെ എല്ലാ മംഗളാശംസകളും നേരുന്നു. 2026 നിങ്ങളുടെ ജീവിതത്തിൽ ഡോക്ടർമാരായി കടന്നു വരുന്നതിനുള്ള വർഷമായി തീരട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്ക് ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബേത്ലഹേമിന്റെ മാറിലൊരാ